Hello everybody, welcome to Triplies official degree YouTube channel. Myself Vrinda Unni. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് MG യൂണിവേഴ്സിറ്റിയുടെ കാൽക്കുലേഷൻ ഓഫ് ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ എന്താ ഡിസ്കസ് ചെയ്തത്? നമുക്കറിയാം MG യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിക്കുള്ള രജിസ്ട്രേഷൻ മെറിറ്റ് ബേസ്ഡ് രജിസ്ട്രേഷൻ, നമ്മൾ +2 മാർക്കിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള എൻട്രൻസ് എക്സാം നമുക്ക് ആവശ്യമില്ല. സോ അതാണ് നമ്മുടെ എക്സാം. എയ്ഡഡ് കോളേജ്, ഗവൺമെൻറ് കോളേജസ്, അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസ് കോളേജസിലേക്ക് നമുക്ക് അഡ്മിഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴി നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. ഓക്കെ, അത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ എന്താ ഡിസ്കസ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? നമ്മുടെ +2 മാർക്കിനെ മാത്രം ബേസ് ചെയ്തിട്ടാണോ? അല്ല, ഇന്ന് നമ്മൾ പറഞ്ഞത് ബോണസ് മാർക്കിനെയും ബേസ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ എന്തിനെ ബേസ് ചെയ്യുന്നുണ്ട്? വെയിറ്റേജും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇത്രയും കാര്യങ്ങളെ വെച്ചുകൊണ്ടാണ് ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ എല്ലാം ബേസിസിലാണ് നമുക്ക് ഇൻഡെക്സ് മാർക്ക് എത്രയാണെന്ന് നോക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ അഡ്മിഷൻ വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ വർഷത്തെ ഡേറ്റ് നമ്മൾ റിഫർ ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എല്ലാ കുട്ടികളും എന്ത് വേണം? +2 കഴിഞ്ഞ് നിങ്ങൾക്ക് ഇന്ന കോളേജിലാണ്, ഓക്കെ, നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ഇപ്പോൾ ഒരു ഫേവറേറ്റ് കോളേജാണ്, ഫേവറേറ്റ് കോഴ്സും കാണും. അവിടെ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഡേറ്റ പറ്റുമെങ്കിൽ എടുത്ത് റിഫർ ചെയ്യണം. എത്രയാണ് ഇൻഡെക്സ് മാർക്ക് ലാസ്റ്റ് വന്നത്? ലാസ്റ്റ് അഡ്മിഷൻ കിട്ടിയ കുട്ടിക്ക്, ഓക്കെ, ഗവൺമെൻറ് കോളേജിലാവട്ടെ എയ്ഡഡ് കോളേജിലാവട്ടെ, അവസാനം അഡ്മിഷൻ കിട്ടിയ കുട്ടിക്ക് എത്രയായിരുന്നു അവിടുത്തെ ഇൻഡെക്സ് മാർക്ക്, ആ കുട്ടിയുടെ ഇൻഡെക്സ് മാർക്ക് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതൊന്ന് റെഫർ ചെയ്യണം. സോ അത് വെച്ച് നിങ്ങൾക്ക് കമ്പയർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സ്കോപ്പ് ഉണ്ടോ ഇല്ലയോ എന്നത്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ വളരെ സ്കോപ്പുണ്ട്. ഗവൺമെൻറ് കോളേജിലാണോ കൊടുക്കേണ്ടത്, എയ്ഡഡ് കോളേജിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ സെൽഫ് ഫിനാൻസ് കോളേജിൽ കൊടുക്കേണ്ടി വരുമോ ഇല്ലയോ എന്ന് അപ്പോൾ തന്നെ മനസ്സിലാവും. സോ അത് എന്താ ചെയ്യേണ്ടത്? ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷത്തെ ഡേറ്റ വെച്ച് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യണം. സോ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. സോ മാക്സിമം നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ഡേറ്റ കളക്ട് ചെയ്ത് വെക്കുക. സോ അതിനനുസരിച്ച് ഏതൊക്കെ കോളേജിൽ എങ്ങനെയായിരുന്നു ഇൻഡെക്സ് മാർക്ക്, എന്തൊക്കെ കോഴ്സസ് ആണോ ഉള്ളത് എന്ന് വ്യക്തമാക്കി നോക്കി വെക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ കോളേജിൽ കൊടുക്കണോ വേണ്ടോ, ഇല്ല ആ കോളേജിൽ കൊടുത്താൽ നമുക്ക് ചാൻസസ് ഉണ്ടോ കിട്ടാനില്ലേ എന്നൊക്കെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്താലോ എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് MG യൂണിവേഴ്സിറ്റിയിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം 2 പ്രോഗ്രാംസ് ആണ് ഫാക്കൽറ്റി ഓഫ് കൊമേഴ്സിലെ MG യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് BVOC ഓണേഴ്സും അടുത്തത് BCom ഓണേഴ്സും. സോ ഈ BVOC ഓണേഴ്സ് പ്രോഗ്രാമിൽ പ്രത്യേകം പറയുന്നുണ്ട് അവിടെ വെയിറ്റേജ് ഇല്ല. നിങ്ങൾക്ക് ഈ പ്രോസ്പെക്ടസ് വായിച്ച് നോക്കിയാൽ തന്നെ മനസ്സിലായി ഇവിടെ എന്തില്ല, നമുക്ക് 50 മാർക്സിൻ്റെ വെയിറ്റേജ് ഇല്ല. പക്ഷേ BCom ഓണേഴ്സിന് എന്തുണ്ട്? 50 മാർക്സിൻ്റെ വെയിറ്റേജ് ഉണ്ട്. അതാണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. സോ BVOC എന്താണ്? നിങ്ങളിപ്പം സയൻസ് സ്ട്രീമിൽ നിന്ന് പെട്ടെന്ന് ഇപ്പം നിങ്ങൾക്ക് BVOC എടുക്കണം, ഇല്ലെങ്കിൽ കൊമേഴ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും എടുക്കണമെങ്കിൽ വളരെ ഈസി ആയിരിക്കും. പക്ഷേ BCom ഓണേഴ്സ് നിങ്ങളിപ്പോൾ സയൻസ് സ്ട്രീമിൽ നിന്ന് BCom ഓണേഴ്സ് ആണ് എടുത്തതെങ്കിൽ അവിടെ എന്താ പ്രശ്നം? വെയിറ്റേജ് മാർക്ക് ഉള്ളതുകൊണ്ട് തന്നെ കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. ബിക്കോസ് എന്താണ്, ഇപ്പം +1 +2 സ്ട്രീം നിങ്ങളുടെ കൊമേഴ്സ് ആയിരുന്നെങ്കിൽ അത് അവർക്കായിരിക്കും കൂടുതൽ എന്ത് പേപ്പേഴ്സ് വരുന്നത് കേട്ടോ, ഈ കൊമേഴ്ഷ്യൽ കറസ്പോണ്ടൻസ്, കൊമേഴ്ഷ്യൽ ജോഗ്രഫി, അക്കൗണ്ടൻസി പോലത്തെ പേപ്പേഴ്സ് വരുന്നത്. സോ ഇങ്ങനത്തെ 3 പേപ്പേഴ്സ് ഉള്ളവർക്ക് അഡീഷണൽ 150 മാർക്സ് അവിടെ വരുവാണ്. വെയിറ്റേജ് എന്താ പറയുന്നത്? ഇങ്ങനത്തെ പേപ്പേഴ്സ് എടുക്കുവാണെങ്കിൽ പാർട്ട് 3 ഇതുപോലത്തെ പേപ്പേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേപ്പറിന് 50 മാർക്സ് വരും. സോ മാക്സിമം ഈ 3 പേപ്പേഴ്സിനും കൂടെ കൂട്ടിയിട്ട് എത്ര മാർക്ക് കിട്ടും? 150 പോയിന്റ്സ് നിങ്ങൾക്ക് അവിടെ വെയിറ്റേജ് മാർക്സ് വരുവാണ്. സോ BVOCനെ കമ്പയർ ചെയ്യുമ്പോൾ BComൽ കൊമേഴ്സ് സ്ട്രീമിൽ പഠിച്ചവർക്കായിരിക്കും സ്കോപ്പ് കൂടുതൽ കൊമേഴ്സ്, അതായത് BCom ഹോണേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. BVOC ഓണേഴ്സ് പ്രോഗ്രാംസ് അണ്ടർ ദ ഫാക്കൽറ്റി ഓഫ് കൊമേഴ്സ്, മാർക്സ് ഒബ്റ്റൈൻഡ് ഇൻ പാർട്ട് 3 ഓഫ് ക്വാളിഫയിങ് എക്സാമിനേഷൻ ലെസ് ഹാൻഡിക്യാപ്പ് മാർക്സ്. നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഹാൻഡിക്യാപ്പ് മാർക്സ് എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിലല്ല, സപ്ലിമെൻ്ററി ആയിട്ടാണ് നിങ്ങൾ എക്സാം ജയിച്ചതെങ്കിൽ, നിങ്ങൾ പാസ്സായത് സപ്ലിമെൻ്ററി എക്സാമിനാണ്, ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായാൽ, അങ്ങനെയെങ്കിൽ യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യും? ഹാൻഡിക്യാപ്പ് മാർക്ക് എന്ന് പറഞ്ഞാൽ അത് കുറച്ച് റെഡ്യൂസ് ചെയ്യും. അതാണ് ഹാൻഡിക്യാപ്പ് മാർക്ക്. അത് ഒരു കാരണവശാലും നിങ്ങൾക്ക് മാറിപ്പോകേണ്ട ആവശ്യമില്ല. ഹാൻഡിക്യാപ്പ് മാർക്ക് എന്താണെന്ന് വെച്ചാൽ, സോ ഫസ്റ്റ് അറ്റംപ്റ്റിലല്ല നിങ്ങൾ പാസ്സായത്, സപ്ലിമെൻ്ററി ആയിട്ടാണ് പാസ്സായതെങ്കിൽ യൂണിവേഴ്സിറ്റി ഇത്ര ശതമാനം ഓർ ഇത്ര പെർസെൻറ്റേജ് മാർക്ക് കുറയ്ക്കും. ഓക്കെ, അതാണ് ഹാൻഡിക്യാപ്പ് മാർക്ക്. പ്ലസ് ബോണസ് മാർക്ക് എന്തായിരുന്നു? നമുക്ക് നോക്കാം എന്താ ബോണസ് മാർക്ക്. മിസ് ഇവിടെ എഴുതിയിട്ടുണ്ട് ബോണസ് മാർക്ക്. സോ ബോണസ് മാർക്ക് എന്ന് വെച്ചാൽ നിങ്ങൾ NCC ആവട്ടെ NSS ആവട്ടെ +2 ലെവലിൽ നിങ്ങൾ NCCയോ NSSലോ നിങ്ങൾ ചേർന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ട്. NCCയുടെയും NSSൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്താണ്? 15 മാർക്സ് ബോണസ് കിട്ടും. സോ ബോണസ് മാർക്കിൻ്റെ കാര്യത്തിൽ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് 3 കണ്ടീഷൻസ് ആണുള്ളത്. ഒന്ന്, നിങ്ങൾക്ക് NCC ഉണ്ട്, ഓക്കെ, അതിൻ്റെ നിങ്ങൾക്ക് SPC അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഒരെണ്ണത്തിന് മാത്രമേ നിങ്ങൾക്ക് ഈ ബോണസ് മാർക്ക് അവൈൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾക്കിപ്പോൾ ബോണസ് മാർക്ക് NCCക്ക് കിട്ടി, ഓക്കെ, നിങ്ങൾ NCC പാർട്ടിസിപ്പേറ്റ് ചെയ്തു, NCCയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതിൻ്റെ കൂടെ B സർട്ടിഫിക്കറ്റും കൂടെ ഉണ്ടെങ്കിൽ 20 മാർക്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. എത്രയാണ്? 20 മാർക്സ്. നിങ്ങൾക്ക് NCCയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ എന്താണ്? 15 മാർക്സ് ഉറപ്പായിട്ടും കിട്ടും, ബോണസ് മാർക്ക് കിട്ടി. സോ അതിൻ്റെ കൂടെ നമുക്ക് നോക്കാം
അതിൻ്റെ കൂടെ കണ്ടോ 15 മാർക്സ് ഉറപ്പായിട്ടും കിട്ടും നമുക്ക്. സോ അതിൻ്റെ കൂടെ എന്താണ് +5 മാർക്സ്. ഈ 5 മാർക്സ് എങ്ങനെയാണ് കിട്ടുന്നത്? നിങ്ങൾക്ക് ബി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എന്താണ് ഈ 15 മാർക്സും കൂടെ ചേർത്ത് 20 മാർക്സ് കിട്ടും. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് കണ്ടീഷൻ. എന്താണ്? ബോണസ് മാർക്കിൻ്റെ കാര്യത്തിൽ. ഇല്ലെങ്കിൽ സെക്കൻഡ് കണ്ടീഷൻ, നിങ്ങളിപ്പം സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റാണ്, SPC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് 15 മാർക്സ് കിട്ടും. നെക്സ്റ്റ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പോലെയാണ് +2 ലെവലിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവിടെ 15 മാർക്സിനുള്ള നിങ്ങൾക്ക് എന്താണ് എലിജിബിലിറ്റി ഉണ്ട്. ബോണസ് മാർക്കിൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് എക്സ് സർവീസ്മാൻ ആൻഡ് ഡിപ്പെൻഡൻസ്. എക്സ് സർവീസ്മാൻ ആൻഡ് ഡിപ്പെൻഡൻസ് എന്താണ്? ഒന്ന് നിങ്ങൾ എക്സ് സർവീസ്മാൻ ആണെങ്കിൽ ദംസെൽസ്. ഓക്കെ, അടുത്ത എന്താണ് എക്സ് സർവീസ്മാൻ അല്ലെങ്കിൽ വിഡോസ്. എക്സ് സർവീസ്മാൻ വിഡോസ് ആവട്ടെ അല്ലെങ്കിൽ അവരുടെ ചിൽഡ്രൻ ആവട്ടെ, ഇവർക്കൊക്കെ എന്തുണ്ട്? ഇവർക്കും 15 മാർക്സ് ബോണസ് കിട്ടാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. സോ ബോണസ് മാർക്ക് ആർക്കൊക്കെയാണ് കിട്ടുന്നത്? പ്രത്യേകം ശ്രദ്ധിക്കണം. എക്സ് സർവീസ്മാൻ ആവട്ടെ ഇല്ലെങ്കിൽ ഡിപ്പെൻഡൻസ് ആവട്ടെ, അവരെന്ത് ചെയ്യണം? സൈനിക് വെൽഫെയർ ബോർഡിൽ നിന്ന് 6 മാസത്തിൽ കുറയാത്തൊരു സർട്ടിഫിക്കറ്റ് ആണ് വാങ്ങേണ്ടത്. നിങ്ങൾ സൈനിക് വെൽഫെയർ ബോർഡിലാണല്ലോ പോകേണ്ടത്. എന്താണ്? എക്സ് സർവീസ്മാൻ ഡിപ്പെൻഡൻറ്റ് സർട്ടിഫിക്കറ്റ് വാങ്ങണം. അവിടുന്ന് എഴുതി വാങ്ങണം 6 മാസത്തിൽ കുറയാതെ, അതായത് 6 മന്ത്സിനകം ഉള്ളത്. സോ ഇതെന്താണ് മാസം? ഇപ്പം മെയ് ആണ്. സോ ജാൻ തൊട്ട് ഒരു മെയ് വരെ ഇല്ലെങ്കിൽ ഡിസംബർ തൊട്ട് മെയ് വരെയുള്ള ഇതിനകത്ത് വാലിഡിറ്റി ഉള്ളത് മാത്രം വെച്ചാലേ കാര്യമുള്ളൂ. അത് പ്രത്യേകം പറയുന്നുണ്ട്. ആ സർട്ടിഫിക്കറ്റ് എന്താണ്? 6 മാസത്തിൽ കൂടുതൽ ഓൾഡർ ആവാൻ പാടില്ല. സോ ഈ ജനുവരി തൊട്ട് മെയ്യുടെ ഇടയ്ക്കാണ് ആ ഡേറ്റ്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. നെക്സ്റ്റ് കേട്ടോ, ഓൺലി 1 ബോണസ് കാറ്റഗറി. എന്തെങ്കിലും ഒരു ബോണസ് കാറ്റഗറി മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? അവെയിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു എക്സ് സർവീസ്മാൻ്റെ ചൈൽഡ് ആയിക്കോട്ടെ, ഇപ്പോൾ എക്സ് സർവീസ്മാൻ്റെ ചിൽഡ്രൻ ആണ് ആ കുട്ടി, എക്സ് സർവീസ്മാൻ ആണ് നിങ്ങളുടെ അമ്മയോ അച്ഛനോ ആരെങ്കിലും ആയിക്കോട്ടെ, അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നും പറഞ്ഞു, NCC B സർട്ടിഫിക്കറ്റും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് 35 മാർക്സ് അവെയിൽ ചെയ്യാമെന്ന് വെച്ചാൽ ഇത് നടക്കില്ല. ഓക്കെ, ഈ 35 മാർക്സ് കിട്ടില്ല. എങ്ങനെ കിട്ടത്തുള്ളൂ? ഇല്ലെങ്കിൽ നിങ്ങൾ എക്സ് സർവീസ്മാൻ ആൻഡ് ഡിപ്പെൻഡൻസിൻ്റെ ആ ഒരു എന്താണ് ബോണസ് മാർക്ക് അവെയിൽ ചെയ്യണം, ഇല്ലെങ്കിൽ NCC സർട്ടിഫിക്കറ്റിൻ്റെ അവെയിൽ ചെയ്യണം. എന്തെങ്കിലും ഒന്ന് മാത്രമേ പറ്റത്തുള്ളൂ. ഇതാണ് ബോണസ് മാർക്കിൽ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യം. ഇതിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം കിട്ടണം എന്നില്ല, കിട്ടത്തുമില്ല. അത് പ്രത്യേകം യൂണിവേഴ്സിറ്റി പ്രോസ്പെക്ടസിൽ പറയുന്നുണ്ട്. എന്താണ്? ഓൺലി 1 ബോണസ് കാറ്റഗറി മാത്രമേ ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാം ക്ലെയിം ചെയ്യാൻ നമുക്ക് പറ്റില്ല. ഓക്കെ, അവിടെ ഇനി ഡൗട്ടൊന്നും ഇല്ലല്ലോ. ഇനി അടുത്തയാണ് നമുക്ക് പറയാനുള്ളത്, BCom ഓണേഴ്സിൽ പ്രത്യേകം പറയുന്നുണ്ട് +2 +1 +2 ഇക്വലൻറ്റ് മാർക്ക് നമ്മൾ എന്താണ് ഇൻഡെക്സ് മാർക്കിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, നമുക്കത് മനസ്സിലായി. അടുത്ത എന്താ പറയുന്നത്? ലെസ് ഹാൻഡിക്യാപ്പ് മാർക്ക്. ഹാൻഡിക്യാപ്പ് മാർക്ക് ഇപ്പം നിങ്ങൾ സപ്ലിമെൻ്ററി ആയിട്ടാണ് പാസ് ചെയ്തെങ്കിൽ അതിൻ്റെ കുറച്ച് മാർക്ക് എന്താണ് കുറയ്ക്കും. ഓക്കെ, ഇനി അടുത്ത എന്താണ്? അടുത്ത വെയിറ്റേജ് ഓഫ് 50 മാർക്സ്. 50 മാർക്ക് വെയിറ്റേജ് വരുന്നു എന്നിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. എന്താണ് ഈ 50 മാർക്ക് വെയിറ്റേജ്? BCom ഓണേഴ്സിൻ്റെ കാര്യത്തിൽ എന്താണ് ഈ 50 മാർക്ക് വെയിറ്റേജ് എന്ന് നമുക്ക് നോക്കിയാലോ. സോ നിങ്ങളിപ്പം പഠിച്ച സബ്ജക്ട്സ്, നിങ്ങൾ കോറായിട്ട് പഠിച്ച സബ്ജക്ട്സിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ട് 3യിൽ നിങ്ങൾ പഠിച്ച സബ്ജക്ട്സിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൊമേഴ്ഷ്യൽ കറസ്പോണ്ടൻസ്, commercial geography, accountancy, bookkeeping and accountancy, economics, life insurance and salesmanship, banking with secretarial practice, business studies, mathematics, computer science or computer application, informatics practice, മാനേജ്മെൻറ്റ്, ഇൻഫോമാറ്റിക്സ് പ്രാക്ടീസ് ആൻഡ് മാനേജ്മെൻറ്റ്. ഇതുപോലെ ഏതെങ്കിലും ഒക്കെ സബ്ജക്റ്റ് നിങ്ങൾക്ക് പാർട്ട് 3യിലുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ ഈ പാർട്ട് 3യിൽ ഇതിൽ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന്, ഇല്ലേ? ഇതിൽ 3 എണ്ണമെങ്കിലും പാർട്ട് 3യിലുണ്ടെങ്കിൽ നിങ്ങളിപ്പം എന്താണ് ടോട്ടൽ എത്രയാണ്? നമുക്ക് 6 സബ്ജക്ട്സ് ആണുള്ളത് +2ൽ. ഇപ്പം അതിൽ 3 സബ്ജക്ട്സ് ഓക്കെ, നിങ്ങൾക്ക് 4 ഉണ്ടെന്ന് വെച്ചോ. ഫോർ എക്സാമ്പിൾ മിസ് പറഞ്ഞുതരാം. കണ്ടോ? സോ നിങ്ങൾ പഠിച്ചതിൽ ഇംഗ്ലീഷ് ഉണ്ട്, മലയാളം ഉണ്ട്, ബിസിനസ് ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ട്. മിസ് ഇപ്പോൾ ഇത്രേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, ഇപ്പം ബിസിനസ്സും എക്കണോമിക്സും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും നമ്മൾ എവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? മുകളിൽ മിസ് പറഞ്ഞിട്ട് പാർട്ട് 3യിലെ സബ്ജക്ട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബിസിനസ്സും എക്കണോമിക്സും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും. സോ ഈ 3 സബ്ജക്ട്സ് ഇവിടെ ഇല്ലേ? ബിസിനസ്സും ഒരു കുട്ടി പാസ്സായപ്പോൾ +2ൽ ബിസിനസ് പഠിച്ചു, എക്കണോമിക്സും പഠിച്ചു, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും പഠിച്ചു. ഈ 3 സബ്ജക്ട്സ് പഠിച്ചതുകൊണ്ട് തന്നെ എന്താണ് ഇത് ടോട്ടൽ മാർക്ക്? ടോട്ടൽ മാർക്കിൻ്റെ കാര്യം മിസ് പറഞ്ഞുതരാം. സോ ടോട്ടൽ മാർക്കിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യും? ഈ 3 സബ്ജക്റ്റിൻ്റെ മാർക്കും കൂടെ ആഡ് ചെയ്യും. അതായത് 3 സബ്ജക്റ്റിൻ്റെ മാർക്ക്, ഈ 3 സബ്ജക്റ്റ് എടുത്തു, ആ കുട്ടി കൊമേഴ്സ് എടുത്തതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്റ്റിനും 50 മാർക്സ് എക്സ്ട്രാ കിട്ടും. സോ എന്താണ് 150 മാർക്സ് കിട്ടും. നിങ്ങൾക്ക് എത്ര മാർക്കോ ആയിക്കോട്ടെ, അത് ഇവിടെ ഒരു പ്രശ്നമേ അല്ല വെയിറ്റേജിൻ്റെ കാര്യത്തിൽ. ഇവിടെ എന്താ പറയുന്നത്? പാർട്ട് 3യിൽ നിങ്ങൾ ഇങ്ങനത്തെ സബ്ജക്ട്സ് എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എന്താണ് 50 മാർക്സ് വെയിറ്റേജ് കിട്ടും 3 പേപ്പറിന്. ഓക്കെ, 3 എണ്ണത്തിന് മാത്രം. നിങ്ങൾ 4 എണ്ണം എടുത്തു 200 മാർക്കൊന്നും കിട്ടില്ല. 3 എണ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ 150 മാർക്സ് ആണ് കിട്ടുന്നത്. ഓക്കെ, അതാണ് വെയിറ്റേജ് എന്ന് പറയുന്നത്.
ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടോ? അതായത് 3 സബ്ജക്ട്സ് നിങ്ങൾ ഈ പറഞ്ഞിട്ടുള്ള എബോ മെൻഷൻ ചെയ്തിട്ടുള്ള പാർട്ട് 3 സബ്ജക്ട്സിൽ 3 എണ്ണം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾ എലിജിബിൾ ആണ്. 150 മാർക്സ് കിട്ടാൻ വേണ്ടി ആ വെയിറ്റേജ് കിട്ടാൻ എലിജിബിൾ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കിയാലോ. ഇൻഡെക്സ് മാർക്ക് എങ്ങനെയാണ്? ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ടോട്ടൽ മാർക്ക്. നിങ്ങൾ +2 പാസ്സാകാൻ നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്? മിസ് ഇവിടെ 5 സബ്ജക്ട്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ട് അത് നോക്കേണ്ട ആവശ്യമില്ല. സോ അപ്പം ടോട്ടൽ 905 ടോട്ടൽ മാർക്സ് ആണ് ഇത്. എത്ര? ഇത് ടോട്ടൽ കണ്ടോ, ഈ ടോട്ടലാണ് ഈ എഴുതിയേക്കുന്നത്. 905 മാർക്സ് നിങ്ങൾക്ക് കിട്ടി. അതിൻ്റെ കൂടെ പ്ലസ് മിസ് നേരത്തെ പറഞ്ഞത് ഇത് BCom ഓണേഴ്സിൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ നമുക്ക് 150 മാർക്സ് ഇവിടെ എന്താണ് ആഡ് ചെയ്തുകൂടെ? കണ്ടോ, ആ പറഞ്ഞേക്കുന്ന ബിസിനസ് സ്റ്റഡീസ്, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പോലത്തുള്ള സബ്ജക്ട്സ് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് 150 മാർക്സ് കിട്ടി. ഇനി എന്താണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത്? ബോണസ് മാർക്ക്. ഇപ്പം നിങ്ങളൊരു എക്സ് സർവീസ്മാൻ ഡിപ്പെൻഡൻ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ എന്താണ് NCC കാഡറ്റോ ഇല്ലെങ്കിൽ NCC സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ട്. സോ അപ്പോൾ എന്താണ്, ഇപ്പം NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 15 മാർക്സും B സർട്ടിഫിക്കറ്റ് ഉണ്ട് 20 മാർക്സും. അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ ഡിപ്പെൻഡൻ്റ് ആണെങ്കിലോ 15 മാർക്സ് കിട്ടും. സോ നമുക്ക് അത് ആഡ് ചെയ്യാം. സോ ഇതെന്താണ്? ഇത് ബോണസ്, മാറിപ്പോയത്, ഇത് ബോണസ് മാർക്കാണ്. ഇത് നമുക്ക് പാർട്ട് 3 സബ്ജക്ട്സ് എടുത്തതുകൊണ്ട് 3 സബ്ജക്റ്റിന് എന്താണ് നമുക്ക് വെയിറ്റേജ് ഉണ്ട്. സോ ദിസ് ഇസ് വെയിറ്റേജ്. ഓക്കെ, ഇനി ഇതെന്താണ്? ഇത് ടോട്ടൽ, +2 ടോട്ടൽ. ഓക്കെ, സോ ഇത് 3 ആഡ് ചെയ്യണം. ഇത് 3 ആഡ് ചെയ്താൽ മാത്രം മതിയോ? നിങ്ങളിപ്പം സപ്ലി ഇല്ലാതെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായാലും നിങ്ങൾക്ക് സപ്ലി ഒന്നുമില്ല. നിങ്ങൾക്ക് സപ്ലി ഉണ്ടായിരുന്നല്ലോ, നെഗറ്റീവ് മൈനസ് ഹാൻഡിക്യാപ്പ് മാർക്ക് വരും. നിങ്ങൾക്ക് സപ്ലി ഒന്നും, നിങ്ങൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എല്ലാ പേപ്പറും പാസ്സായവരാണെങ്കിൽ എന്താണ് -0. എന്താണ് ഹാൻഡിക്യാപ്പ് മാർക്ക് നിങ്ങൾക്കില്ല, 0 ആയി. സോ ഇത് 3 കാൽക്കുലേറ്റ് ചെയ്താലോ നമുക്ക്. അപ്പോൾ 905 + 150 + 15 എത്രയാണ്? 1070. അപ്പം 1070 എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കാണ്. സോ 1070 എന്താണ്? നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കാണ്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് BCom ഓണേഴ്സിന് ശ്രദ്ധിച്ചേക്കണം. നിങ്ങൾക്ക് BCom ഓണേഴ്സിന് കിട്ടുമോ ഇല്ലയോ നോക്കിയാൽ മതി. BCom ഓണേഴ്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ മാത്രം എന്താണ് ഈ വെയിറ്റേജ്, BCom ഓണേഴ്സ് ആണെങ്കിൽ മാത്രം ഈ വെയിറ്റേജ് നോക്കിയാൽ മതി. BVoc ആണെങ്കിലോ, BVoc ഓണേഴ്സ് ആണെങ്കിലും ഈ വെയിറ്റേജ് വരുന്നുണ്ട്, ഈ വെയിറ്റേജ് വരുന്നില്ല. ഓക്കെ, സോ അത് ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അവിടെ ഈ വെയിറ്റേജ് വരില്ല. ഈ വെയിറ്റേജ് വരുമ്പോൾ എന്താ പ്രശ്നം? ഇൻഡെക്സ് മാർക്ക് ഒരുപാട് കൂടി വരും. കണ്ടോ, ഇപ്പം തന്നെ ഈ വെയിറ്റേജ് ഇല്ലായിരുന്നെങ്കിലോ ഈ 905 + 15 വരുമ്പോൾ എത്ര? അത്രയും മാർക്ക് മാത്രമേ വരുന്നുള്ളൂ, 920 വരുന്നുള്ളൂ. ബട്ട് ഈ വെയിറ്റേജ് വരുമ്പോഴും മാർക്ക് ഒരുപാട് ഡിഫറൻസ് വരും. അപ്പം കൊമേഴ്സ് എടുത്തവർക്കാണ് BCom ഓണേഴ്സ് കിട്ടാൻ ഒത്തിരി ചാൻസ് കൂടുതൽ. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡൗട്ടും തീർന്നു എന്ന് മിസ് വിചാരിക്കുന്നു. സോ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ഒന്ന് മിസ് പറഞ്ഞു, അതായത് നിങ്ങളുടെ +2ന് ടോട്ടൽ എത്ര മാർക്ക് കിട്ടി. BVoc ആണെങ്കിൽ +2ന് എത്ര മാർക്ക് കിട്ടി. അതിൻ്റെ കൂടെ തന്നെ ഹാൻഡിക്യാപ്പ് മാർക്ക് നമ്മൾ കുറയ്ക്കും, പ്ലസ് ബോണസ് മാർക്ക് കിട്ടും. ഇത്രയും മാത്രമേ ഉള്ളൂ. BVoc ഓണേഴ്സിന് നിങ്ങൾക്ക് പെട്ടെന്ന് അഡ്മിഷൻ കിട്ടും. സോ BCom ആണ് നോക്കുന്നതെങ്കിലോ പാർട്ട് 3യിൽ നിങ്ങൾ എന്തെടുത്തിരിക്കണം? ഇതുപോലത്തെ മെയിൻ സബ്ജക്ട്സ്, ഈ യൂണിവേഴ്സിറ്റി പ്രോസ്പെക്ട്സിൽ പറഞ്ഞിരിക്കുന്ന അതാത് സബ്ജക്ട്സ് നമ്മൾ എടുത്തിരിക്കണം. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ്? നമുക്ക് വെയിറ്റേജ് കിട്ടും. വെയിറ്റേജ് കിട്ടിയാൽ നമുക്ക് ഇൻഡെക്സ് മാർക്ക് കുറച്ചും കൂടെ ഹൈ ആയിട്ട് വരും. സോ BCom ഓണേഴ്സ് കിട്ടാൻ ഞങ്ങൾ ചാൻസ് കൂടുതലായിരിക്കും. ഓക്കെ, സോ ഇത്രയും മാത്രമേ ഉള്ളൂ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ എല്ലാവരും, എനിക്ക് തോന്നുന്നു എല്ലാവരും +2 കഴിഞ്ഞ് എല്ലാവരും നിങ്ങൾക്ക് MG യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ വേണമെങ്കിൽ സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴി അഡ്മിഷൻ വേണമെങ്കിൽ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് തന്നെ പോയി രജിസ്റ്റർ ചെയ്യണം. സോ ചെയ്തെന്ന് വിചാരിക്കുന്നു. കാരണം എന്താ, ഇനി നമുക്ക് 2-3 ദിവസം മാത്രമേ ഉള്ളൂ. 3 ഡേയ്സ് കഴിയുമ്പോൾ എന്താ വീണ്ടും അത് ക്ലോസ് ചെയ്യും. സോ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ എല്ലാവരും രജിസ്റ്റർ ചെയ്ത് എന്താണ് എല്ലാം നിങ്ങൾക്ക് ഏതാണോ, ഏത് കോളേജിലാണോ ഇഷ്ടം, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഏത് പ്രോഗ്രാമാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വെച്ചാൽ അത് കൊടുത്ത് എല്ലാവരും അലോട്ട്മെൻറ്റൊക്കെ കിട്ടി സന്തോഷിച്ചിരിക്കണം. ഓക്കെ, സോ നിങ്ങളുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റും ഒക്കെ ഡേറ്റ് വന്നിട്ടില്ലെന്ന് തോന്നുന്നു. സോ എന്തെങ്കിലും നമുക്കിനി ഫർദർ അപ്ഡേറ്റ്സ് വരുവാണെങ്കിൽ നമ്മളെല്ലാം എന്ത് ചെയ്യും? നമ്മൾ ചാനലിൽ എല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ അണ്ടിൽ ദെൻ ബൈ.